ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഡിസംബറൊക്കെ ഇങ്ങനെ അടുത്തല്ലേ, അപ്പം പ്ലം കേക്കിൻ്റെ ഒക്കെ ഒരു സമയമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നൊരു പ്ലം കേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ട് നമുക്ക് വരാം. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ക്യൂട്ടി ഫ്രൂട്ടിയാണ് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ അളവിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 അല്ലി നമ്മുടെ ഈന്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് പഞ്ചസാരയുടെ പകുതി നമ്മൾ മാറ്റി വെക്കണം. അതിനകത്ത് പകുതി പഞ്ചസാര എടുത്ത് പൊടിച്ച് വെക്കണം കേട്ടോ. പകുതി പഞ്ചസാര നമുക്ക് ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരുവേ. ആ സമയത്ത് നമ്മൾ 1 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് വെന്ത് വരണം. അപ്പോൾ അത് ഒന്ന് വെന്ത് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണവേ. നല്ല രീതിയിൽ കുറുകി വരുന്ന ആ പാകമാണ് നമ്മുടെ കേക്കിന് വേണ്ട പാകം. അപ്പം നമ്മൾ 1 ഗ്ലാസ് അളവിൽ വടിച്ചെടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് അളവിൽ മൈദയാണ് എടുത്തു കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും ആ ടീസ്പൂണിൻ്റെ 1/4 സ്പൂണ് ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പുമാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 തവണയെങ്കിലും നമ്മൾ അരിച്ചെടുക്കണം. എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ 3 തവണയെങ്കിലും നമ്മൾ ഈ മൈദ അരിച്ചെടുക്കണമെന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ 3 തവണ ഇവിടെ മൈദ അരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇത് ബേക്ക് ചെയ്യുന്നത് അടുപ്പിലാണ്. ഒരു പാത്രം എടുത്തു വെക്കുക. അതിൻ്റെ അകത്തേക്ക് ഒരു ചെറിയ മൂടി പോലത്തെ എന്തെങ്കിലും പാത്രമോ അല്ലെങ്കിൽ നമ്മുടെ ചട്ടിയൊക്കെ വെക്കുന്ന പാത്രമില്ലേ അതുവല്ലമൊക്കെ വെച്ച് കൊടുത്തിട്ട് 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ആ സമയത്ത് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ടയും വാനില എസൻസ് ഞാനിവിടെ എടുക്കുന്ന പാകം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഒരു ചെറിയ ടീസ്പൂണിൻ്റെ പകുതിയാണേ, അധികമൊന്നുമില്ല. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഒരു ഹൈ സ്പീഡിലിട്ട് വേണം ഇത് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് അടിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ പകുതി മാറ്റി വെച്ചിരുന്ന നമ്മുടെ പഞ്ചസാരയാണ് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ പൊടിച്ച പഞ്ചസാര നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ അടിച്ചെടുക്കണം. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് 1/2 കപ്പ് അളവിൽ ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ബട്ടർ ആണെങ്കിലും കുഴപ്പമില്ല. അതും കൂടെ അരച്ചിട്ട് നമ്മൾ ഈ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ കൂട്ടിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലായിടവും വരത്തക്ക വിധത്തിൽ മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂണോളം ഗ്രാമ്പൂവിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് എല്ലാം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറേശ്ശെ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മൈദപ്പൊടി കുറേശ്ശെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് കുറേശ്ശെ ഇട്ട് കുഴച്ചെടുക്കുക.
നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ അല്ലെങ്കിൽ നെയ്യ് തൂകി കൊടുത്തിട്ട് അതിലേക്ക് പൊടി തട്ടി ഒന്ന് ഇതാക്കി എടുക്കുക. കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് തട്ടി കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഈ ബാറ്റർ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ നമ്മൾ ഒഴിച്ചു കൊടുക്കുവാണ്. നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സാധനങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് നല്ലൊരു കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സംഭവങ്ങളൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം നമുക്ക് ആ ബാറ്റർ നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്ന നമ്മുടെ ആ പാത്രത്തിലോട്ട് ഇത് ഇറക്കി വെക്കുവാണ്. അതിനുശേഷം 45 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടും അതുപോലെ തന്നെ 15-20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടും നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് ഇനി റെഡി ആയിട്ടൊക്കെ നമുക്ക് കാണാം. മുകളിൽ എന്തെങ്കിലും ഡെക്കറേഷൻ വേണമെങ്കിൽ ഡെക്കറേഷനും വെച്ച് കൊടുക്കാം. അപ്പം നമുക്കിത് നമ്മുടെ കേക്ക് റെഡി ആയി കഴിഞ്ഞിട്ടുള്ളത് കാണാം. ഈ കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ട് 2 ദിവസം കഴിഞ്ഞാണ് ഇത് എടുക്കുന്നത്. കാണാൻ അത്രയും ലുക്കില്ലേലും പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. പ്ലം കേക്കായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.